ചില തപസ്വികളുണ്ട്, അവർക്ക് ചില വിചാരമുണ്ട്, ഞാൻ തപസ്വിയാണ്, അതുകൊണ്ട് ആരെയും ശപിക്കാൻ എനിക്ക് പറ്റും എന്ന് പറയുന്ന ചില തപസ്വികളുടെ കഥയൊക്കെ മഹാഭാരതത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. കൗശികൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത് ജടയൊക്കെ അങ്ങോട്ട് വളർന്നു. 5-6 അടി നീളമുണ്ട്. മൂപ്പർക്ക് നോക്കിയപ്പോൾ 5-6 അടി നീളമുള്ള ജട, ഇത് ആർക്കും ഇല്ല. അപ്പം ഞാൻ വലിയ തപസ്വിയാണെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ അദ്ദേഹം പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് വിശ്രമിച്ചു അത്രേ. വിശ്രമിച്ചപ്പോൾ മുകളിൽ നിന്നൊരു കാക്ക പെട്ടെന്ന് എച്ചിട്ടു. എവിടെ? ഈ ജടയിൽ. ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അത്? ഞാൻ ചോദിക്കട്ടെ, ഈ കാക്ക എച്ചിടുമ്പോൾ ഇന്ന സ്ഥലത്താണ് ഇടുക എന്ന് നോക്കാറുണ്ടോ? മനുഷ്യൻ പുറത്തേക്ക് ഇരിക്കുമ്പോൾ സ്ഥലമൊക്കെ ഒന്ന് നോക്കിയെന്ന് വയ്ക്കാം. ഈ കാക്കകൾക്ക് മൃഗങ്ങൾക്കൊക്കെ നോക്കലുണ്ടോ? പശുക്കൾ ഞാൻ നമ്മുടെ തൊഴുത്തിൽ നോക്കാറുണ്ട്. ഒരു ഭാഗത്ത് മൂത്രം ഒഴിക്കും, ഒരു ഭാഗത്ത് ചാണിടും, മറുഭാഗത്ത് വെള്ളവും കുടിക്കും, പുല്ലും തിന്നും. നമ്മളങ്ങനെ ചെയ്യുമോ? മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. കാക്ക പറക്കലുണ്ടായിരുന്നു, എച്ചം വീണു. വീണതെന്തോ ഇദ്ദേഹത്തിൻ്റെ തലയിലായിപ്പോയി. മൂപ്പർക്ക് കോപം വന്നു, മിഴിച്ചങ്ങോട്ട് നോക്കി. അപ്പോൾ കാക്ക എരിഞ്ഞങ്ങോട്ട് വീണു അത്രേ. എനിക്ക് ഇത്രയൊക്കെ ശക്തി ഉണ്ടല്ലേ, ജഡ മാത്രമല്ല ഉള്ളിലും ഉണ്ട് ശക്തി. അപ്പോൾ വലിയ ഗർവായിട്ട് പോയി. അങ്ങനെ അദ്ദേഹം പോയി ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു. അപ്പോൾ അദ്ദേഹം ഉമ്മർത്ത് ചെന്നിട്ട് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൃഹനായിക പുറത്തു വന്ന് ഭിക്ഷ കൊടുക്കണം എന്നാ വെപ്പ്. ആരും വരണ കണ്ടില്ല. കുറേ കഴിഞ്ഞ് അവർ വന്നു. അവർ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യപ്പെട്ട് ശപിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ അവർ പറഞ്ഞു അത്രേ, നോക്കൂ, അങ്ങ് വന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. ഞാനൊരു ഗൃഹസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം കൊടുത്ത് മുഴുവനാക്കിയിട്ട് വേണം പുറത്തു വന്ന് അങ്ങയ്ക്ക് വേണ്ടത് നോക്കി ശുശ്രൂഷിക്കാൻ എന്ന് വിചാരിച്ച് താമസിച്ചതാണ്. അത് ഗൃഹസ്ഥയായതുകൊണ്ട് അതിലൊരു തെറ്റില്ല. അങ്ങ് ശപിക്കാൻ പുറപ്പെട്ടാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ആ കാക്കയല്ല കേട്ടോ എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ അഹങ്കാരം, ബലം, ദർപ്പം. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ ഈ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ പണം, കുടുംബം, കുട്ടികൾ, സ്ഥാനം, മാനം, വരുമാനം, സുഹൃത്ബലം, ഇങ്ങനെ പുറമേയുള്ള സാധനങ്ങളെ ത്യജിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. പക്ഷെ കൂടുതൽ പ്രധാനമാണ് അഹങ്കാരം മുതലായിട്ടുള്ള ഉൾദൂഷ്യങ്ങളെ ത്യജിക്കുന്നത്. അതിൽപ്പെട്ടതാണ് ബലം, ദർപ്പം. ദർപ്പം എന്ന് പറഞ്ഞാൽ ഗർവ്, അഭിമാനം. ബലം എന്ന് പറഞ്ഞാൽ ശക്തി. കാമം, ക്രോധം, ആഗ്രഹം, അത്യാഗ്രഹം, ക്രോധം, വെറുപ്പ്, ദേഷ്യം, ശത്രുത,